ഗൾഫ് മേഖല വീണ്ടും അതീവ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. യുദ്ധം ഗൾഫ് മേഖലയെ വല്ലാതെ അലട്ടുകയാണ്. US-ഇറാൻ സംഘർഷം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിച്ചതോടെ ദുബായിൽ കടുത്ത തൊഴിൽ പ്രതിസന്ധി രൂക്ഷപ്പെടുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാകുന്നത്. ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും അമേരിക്കൻ ആക്രമണം രൂക്ഷമായതോടെ അമേരിക്കയ്ക്ക് ഇറാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളിലും ശക്തമായിട്ടുള്ള വ്യോമാക്രമണം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ വ്യോമപാതയുമായി ബന്ധപ്പെട്ടും വലിയ അനിശ്ചിതത്വങ്ങളാണ് നിലനിൽക്കുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും തൊഴിൽ വിപണിയെയും വൻതോതിൽ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മേഖലയിലെ സംഘർഷാവസ്ഥ മാസങ്ങൾ പിന്നിടുമ്പോൾ ദുബായിൽ പുതിയ തൊഴിലവസരങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ യുദ്ധം കാരണം ഇപ്പോൾ നിലവിലുള്ളത്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെയും മറ്റു വിദേശ തൊഴിലാളികളെയും നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. UAEക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതോടെ വിനോദസഞ്ചാരം, വ്യോമയാനം, വിദേശികളെ ആശ്രയിച്ചു കഴിയുന്ന മറ്റ് ബിസിനസ് മേഖലകൾ എന്നിവയെല്ലാം താറുമാറായിട്ടുള്ള അവസ്ഥയിലാണ്. അതായത് ഈ യുദ്ധം ഇവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു, ദൈനംദിന ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും പുതിയ നിയമങ്ങൾ നിർത്തിവെക്കുകയും നിലവിലുള്ള ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഈ യുദ്ധം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. US-ഇറാൻ യുദ്ധ അന്തരീക്ഷം ശക്തമായതോടെ ദുബായിലെ വിദേശ കുടുംബങ്ങൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതായത് അവരുടെ നമ്മൾക്കറിയാം, ഈ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഇവിടെ ഉണ്ട്. നമ്മളുടെ കേരളത്തിലെ ഈ പ്രവാസി സമൂഹം എന്ന് പറയുന്നത് സാമ്പത്തിക നട്ടെല്ലാണ്. ഇപ്പോൾ ദുബായിൽ ഇത്തരം കൂട്ട പിരിച്ചുവിടലും അതുപോലെ തന്നെ കുടുംബവുമായിട്ട് മൊത്തത്തിൽ അവിടുന്ന് നിർത്തി ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ ആളുകളെ അത് ബാധിക്കും. സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇത് ഗാർഹിക തൊഴിലാളികളെയും ഡ്രൈവർമാരെയും സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഇവിടുത്തെ കുടുംബം നോക്കാനും അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയൊക്കെ അവിടെ നിൽക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരെ ഇത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് നിരവധി ബിസിനസ് സ്ഥാപനങ്ങളാണ് ഇതിനോടകം തന്നെ പൂട്ടിപ്പോയത്. IT, അക്കൗണ്ടിംഗ് മേഖലകളിൽ ജോലി ചെയ്തിരുന്ന നിരവധി മലയാളികൾക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഇതിനോടകം തന്നെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ജോലിയിൽ തുടരുന്നവർക്ക് തന്നെ ടൂറിസ്റ്റുകളുടെ കുറവ് മൂലം തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമാണ് ലഭിക്കുന്നത്. പല കമ്പനികളും ജീവനക്കാർക്ക് നിശ്ചിത ശമ്പളം നിഷേധിക്കുകയും കമ്മീഷൻ അടിസ്ഥാനത്തിൽ മാത്രം പണം നൽകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ശമ്പളം ഇല്ലാതാവുകയോ വൻതോതിൽ ശമ്പളം കുറയ്ക്കുകയോ ചെയ്യുന്നതോടെ നാട്ടിലേക്ക് പണം അയക്കാൻ പോലും പ്രവാസികൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സാമ്പത്തിക ഭദ്രതയും വലിയ തോതിൽ തന്നെ ബാധിച്ചു തുടങ്ങി. തൊഴിൽ മേഖലയിലെ ഈ ഒരു മന്ദഗതി താൽക്കാലിക പ്രതിസന്ധി മാത്രമാണെന്ന് ഔദ്യോഗിക വിലയിരുത്തലുകൾ പറയുമ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്ന ബിസിനസ്സുകളെ സഹായിക്കാനായിട്ട് $680 ബില്യൺ വമ്പൻ സാമ്പത്തിക പാക്കേജുമായിട്ട് UAE ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അയവ് വന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിലും വലിയ സാമ്പത്തിക അനിശ്ചിതത്വം തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പ്രവാസികളിൽ നിന്നുള്ള പണമൊഴുക്ക് ഗണ്യമായിട്ട് കുറഞ്ഞത് കേരളത്തിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും കച്ചവട മേഖലകളെയും ഉലച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വൻതോതിൽ പണം എത്തിയിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ നിശ്ചലമായതോടെ പ്രവാസി കുടുംബങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന നാട്ടിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെയും ഇപ്പോൾ ഈ ഒരു കടുത്ത സാമ്പത്തിക മന്ദഗതി നേരിടുന്നുണ്ട്. തൊഴിൽ വിപണിയിലെ ഈ ഒരു അടിയന്തര സാഹചര്യം മുതലെടുത്ത് ഉദ്യോഗാർത്ഥികളെ ചതിയിൽപ്പെടുത്തുന്ന വ്യാജ റിക്രൂട്ട്മെന്റ് മാഫിയകൾ സജീവമായിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട് പുതിയ അവസരങ്ങൾക്കായിട്ട് നെട്ടോട്ടം ഓടുന്ന പ്രവാസികൾക്ക് പ്രമുഖ കമ്പനികളുടെ പേരിൽ വ്യാജ ഓഫർ ലെറ്ററുകൾ നിർമ്മിച്ചു നൽകി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ വ്യാപകമാകുന്നതായിട്ടുള്ള സൂചനകൾ കൂടിയുണ്ട്. ഈ വ്യാജ വിസ വാഗ്ദാനങ്ങൾക്കും പണം തട്ടുന്ന ഏജൻസികൾക്കുമെതിരെ ദുബായ് പോലീസ് ഔദ്യോഗികമായിട്ട് കർശന ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഈ ഔദ്യോഗിക അനുമതി ഇല്ലാത്ത ഏജന്റുകൾക്ക് വിസ ആവശ്യങ്ങൾക്കുമായി യാതൊരു കാരണവശാലും മുൻകൂട്ടി പണം നൽകരുത് എന്നും കമ്പനികളുടെ വിശ്വസ്തത
സത്യസന്ധത കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം മാത്രമേ കരാറുകളിൽ ഒപ്പുവെക്കാവൂ എന്നും സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നവരോട് കൂടിയാണ് പറയുന്നത്. ഈ പ്രവാസി മലയാളികളൊക്കെ ജോലി നഷ്ടപ്പെടുമ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ ജോലി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജോലിയിൽ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അത് എല്ലാം വിശദീകരിച്ച് എല്ലാം അതിനെ മനസ്സിലാക്കി അതിനെ കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം രീതിയിലേക്ക് പോകാവുള്ളൂ. കാരണം നിലവിൽ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടാൻ ഇടയാകുന്നുണ്ട്. അപ്പോൾ ഉള്ള സമ്പാദ്യം വെച്ചിട്ട് മറ്റൊരു ജോലിക്ക് കയറുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് അതിനെ എല്ലാം വശങ്ങളും നോക്കിക്കണ്ട് വേണം ചെയ്യാൻ എന്നതാണ്. എന്തായാലും ഈ പരമ്പരാഗത ജോലികൾക്ക് കനത്ത തിരിച്ചടി നേരിടുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഈ അഡ്വാൻസ്ഡ് IT തുടങ്ങിയ ഈ അത്യാധുനിക സാങ്കേതിക മേഖലകളിൽ ഇപ്പോഴും പുതിയ അവസരങ്ങൾ ലഭ്യമാണ്. മാറിയ തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ ഡിജിറ്റൽ നൈപുണ്യങ്ങൾ സ്വന്തമാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി തൊഴിൽ നഷ്ടം തുടർച്ചയായതോടെ UAE-യിൽ നിന്നും പ്രവാസികൾ കൂട്ടത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു റിവേഴ്സ് മൈഗ്രേഷൻ വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഫലമായിട്ട് വിമാന കമ്പനികൾ സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ നിർബന്ധിതരായിരിക്കുകയും യാത്രക്കാരുടെ കുറവ് മൂലം ഗൾഫ്, കേരള സെക്ടറുകളിലെ ടിക്കറ്റ് നിരക്കുകളിൽ വലിയ അസ്ഥിരത രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും തിരിച്ചടിയാണ്. ഈ പ്രവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ ദുബായിലെ റിയൽ എസ്റ്റേറ്റും അല്ലെങ്കിൽ വാടക വിപണിയെ വൻതോതിൽ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് കടുത്ത ഡിമാൻഡ് ഉണ്ടായിരുന്ന റെസിഡൻഷ്യൽ ഏരിയകളിലെ ഫ്ളാറ്റുകളും വില്ലകളും ഇപ്പോൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത് കെട്ടിട ഉടമകളെയും പ്രവാസി പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനികളെയും കനത്ത സാമ്പത്തിക നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നു. ഇനി ഈ സാമ്പത്തിക പ്രതിസന്ധി കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിച്ചതോടെ പ്രവാസി സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ TC വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഉയർന്ന സ്കൂൾ ഫീസുകൾ താങ്ങാൻ കഴിയാതെ മാതാപിതാക്കൾ കുട്ടികളെ നാട്ടിലെ വിദ്യാലയങ്ങളിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകുന്നു എന്ന കടുത്ത സാഹചര്യമാണ് ഈ യുദ്ധം മൂലം ഉണ്ടാകുന്നത്. പെട്ടെന്നുണ്ടായ ജോലി നഷ്ടം മൂലം വലിയൊരു വിഭാഗം പ്രവാസികളും കടുത്ത കടക്കണിയിലായിരിക്കുകയാണ്. ഈ ദുബായിലെ ബാങ്കുകളിൽ നിന്നും എടുത്തിട്ടുള്ള പേഴ്സണൽ ലോണുകളും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് മൂലം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഭൂരിഭാഗം മലയാളികളും ഉള്ളത്. കാരണം ഈ യുദ്ധം അത്രത്തോളം മലയാളികളെയും പ്രവാസികളെയും ബാധിച്ചു എന്നതാണ്. ഈ ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ദുബായ് പോലുള്ള ഒരു സാമ്പത്തിക ഹബ്ബുകളുടെ തിരിച്ചുവരവ് ഈ ഇടപെടലുകളുടെ വേഗതയെ ആശ്രയിച്ചിരിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് മടങ്ങുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ അടിയന്തര വായ്പ സംരംഭകത്വ പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ അത് നാട്ടിലെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കും. ഇനി പുതിയ സാഹചര്യത്തിനനുസരിച്ച് സാമ്പത്തിക ആസൂത്രണത്തിലും ഡിജിറ്റൽ നൈപുണ്യത്തിലും മാറ്റങ്ങൾ വരുത്തി ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനാണ് പ്രവാസി സമൂഹം ലക്ഷ്യമിടുന്നത്. അതേസമയം മറുവശത്ത് ഈ ആക്രമണം യാതൊരു വിധ അയവുമില്ലാതെ തുടരുകയാണ്. അമേരിക്ക-ഇറാൻ സംഘർഷം ഗുരുതരമായിട്ട് തുടരുന്നു. ഈ വടക്കൻ ഇറാഖിൽ തകർന്ന വീണ ഇറാനിയൻ ഡ്രോണിന്റെ ഭാഗങ്ങൾ നിയന്ത്രിതമായിട്ട് പൊട്ടിത്തെറിക്കുന്നതിനിടെ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ജോർദാനിലെ സൈനിക താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് യുദ്ധം ഇപ്പോഴും നടക്കുകയാണ്. ഈ 9ാം ദിവസവും അതികഠിനമായിട്ട് തന്നെയാണ് യുദ്ധം പോകുന്നത്. നിലവിൽ ഈ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 17 ഉയരുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് കഴിഞ്ഞ 3 ആഴ്ചക്കിടെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ 50 പേർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ കരാർ തകർന്നതോടെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും മേഖലയിലെ സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വെടിനിർത്തൽ ലംഘിച്ചതിന് അമേരിക്കയെ രൂക്ഷമായിട്ട് വിമർശിച്ച ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി അമേരിക്കൻ പ്രസിഡന്റിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തതയില്ലാത്തതാണെന്ന് ആരോപിക്കുകയും ചെയ്തു. മേഖലയിൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ശക്തമാവുകയാണ്. ഇതെല്ലാം ഈ പറയുന്ന പ്രവാസികളെയും ഗൾഫ് മേഖലയും വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ദുബായിൽ അതികഠിനമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ യുദ്ധം പോകുന്നത്.